ഹായ് ഗായ്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോംപ്ലക്സ് നമ്പർ ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. കോംപ്ലക്സ് നമ്പർ ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പോൾ നമ്മളിത് ഓൾറെഡി നമ്പർ സിസ്റ്റത്തിനെ കുറിച്ച് പഠിച്ചതാണ്. നാച്ചുറൽ നമ്പർ, ഹോൾ നമ്പർ, റിയൽ നമ്പർ. അതിൽപ്പെട്ട ഒരു നമ്പേഴ്സ് ആണ് കോംപ്ലക്സ് നമ്പർ. It is denoted by the letter Z. Z is equal to A plus IB. A plus IB. A is equal to real part. B is a imaginary part. Okay. അപ്പോൾ ഐ എന്താണ്? നമ്മൾ റൂട്ട് കുറേ പഠിച്ചിട്ടുണ്ട്. റൂട്ട് 1 1 ആണ്, റൂട്ട് 4 2 ആണ്. അപ്പോൾ മൈനസ് റൂട്ടിൻ്റെ ഉള്ളിൽ വരുമ്പോൾ ഇമാജിനറി പാർട്ടിലേക്ക് പോവാം. മൈനസ് റൂട്ട് 1 ഈസ് ഈക്വൽ ടു ഐ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഐ സ്ക്വയർ എന്താ? ഐ ഇൻറ്റു ഐ, അതായത് -1. ഐ ക്യൂബ് എന്താ? ഐ ഇൻറ്റു ഐ മൈനസ് ഐ. പിന്നെ ഐ റേസ് ടു 4 എന്താ? 1 ആണ്. ഐ ഇൻറ്റു ഐ. അപ്പോൾ ഇത് നാലും കൂട്ടിക്കഴിഞ്ഞാൽ എന്താ വിട്ട? ഐ പ്ലസ് ഐ സ്ക്വയർ പ്ലസ് ഐ ക്യൂബ് പ്ലസ് ഐ റേസ് ടു 4 എന്തായിരിക്കും? 0 വിട്ട. ഇത് ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ്. ഓക്കെ, ഇനി നമ്മൾ ഓപ്പറേഷൻ ചെയ്യാൻ പോവാം. കോംപ്ലക്സ് നമ്പർ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാം? അപ്പോൾ ഓപ്പറേഷൻസ് ഏതെല്ലാം ഓപ്പറേഷൻ ഉണ്ട്? എഡിഷൻ ഉണ്ട്. ഇങ്ങനെ 2 കോംപ്ലക്സ് നമ്പർ എഡിഷൻ ചെയ്യുക, സബ്ട്രാക്ഷൻ ചെയ്യാൻ നോക്കാം. ഇപ്പോൾ Z1 എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് നമ്പർ A പ്ലസ് ഐ ബി ആണെന്ന് വിചാരിക്കുക. Z2 എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പർ C പ്ലസ് ഐ ഡി ആണെന്ന് വിചാരിക്കുക. Z1 പ്ലസ് Z2 എങ്ങനെ ചെയ്യാം? Z1 പ്ലസ് Z2 നമ്മളിവിടെ എഡിഷൻ ഓപ്പറേഷൻ ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ Z1 പ്ലസ് Z2 എന്ത് വരും? A പ്ലസ് ഐ ബി പ്ലസ് C പ്ലസ് ഐ ഡി. ഇപ്പോൾ റിയൽ പാർട്ട് എന്താക്കാം? കോമൺ ആയിട്ട് എടുത്ത് ചെയ്താൽ A പ്ലസ് സി കോമ ഇമാജിനറി പാർട്ട് കോമൺ ആയിട്ട് B പ്ലസ് ഡി, ഐ ഇൻറ്റു B പ്ലസ് ഡി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് എഴുതാം. Z1 ഈസ് ഈക്വൽ ടു 3 പ്ലസ് 2i. Z2 ഈസ് ഈക്വൽ ടു 4 പ്ലസ് 5i. ഇപ്പോൾ Z1 പ്ലസ് Z2 എങ്ങനെ ചെയ്യാം? 3 പ്ലസ് 2i പ്ലസ് 4 പ്ലസ് 5i. അപ്പോൾ 3 പ്ലസ് 4 എത്ര വരും? 7 പ്ലസ് 2 പ്ലസ് 5i. ഇമാജിനറി പാർട്ട് സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ എന്ത് വരും? 7 പ്ലസ് 7i. ഇതാണ് Z1 പ്ലസ് Z2. ഓക്കെ, ഇതേപോലെ സെക്കൻഡ് ഓപ്പറേഷൻ ആണ് സബ്ട്രാക്ഷൻ. സബ്ട്രാക്ഷൻ എങ്ങനെ ചെയ്യുക? Z1 പ്ലസ് Z1 മൈനസ് Z2 ആണ് ചെയ്യേണ്ടത്. ഇപ്പോൾ Z1 എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പർ A പ്ലസ് ഐ ബി ആണ്, നമ്മൾ മുകളിൽ ഓൾറെഡി പറഞ്ഞു. Z2 എന്ത് വരും? C പ്ലസ് ഐ ഡി. ഇപ്പോൾ Z1 മൈനസ് Z2 എന്ത് വരും? A പ്ലസ് ഐ ബി മൈനസ് C പ്ലസ് ഐ ഡി വരും. അപ്പോൾ A മൈനസ് സി പ്ലസ് ബി മൈനസ് ഡി ഇത് വരും. ഇതാണ് സബ്ട്രാക്ഷൻ. എക്സാമ്പിൾ വേണമെങ്കിൽ ചെയ്യാം. Z1 is equal to 2 plus 3i. Z2 is equal to 5 plus 4i. Z2 minus Z1 എങ്ങനെ ചെയ്യാം? ഫസ്റ്റ് 5 പ്ലസ് 4i ആഡ് ചെയ്താൽ മൈനസ് 2 പ്ലസ് 3i. ഇതെങ്ങനെ ചെയ്യാം? 5 മൈനസ് 2 എത്ര? റിയൽ പാർട്ട് മൈനസ് ചെയ്യുക. 5 മൈനസ് 2 3. 4 മൈനസ് 3i i. ഇതാണ് ഇങ്ങനെ വരാം. ഇനി കോംപ്ലക്സ് നമ്പർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അടുത്ത ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ. പ്രൊഡക്റ്റ് എന്നും പറയും. പ്രൊഡക്റ്റ് ഓഫ് 2 കോംപ്ലക്സ് നമ്പർ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം? Z1 ഇൻറ്റു Z2 അല്ലെങ്കിൽ Z1 ഡോട്ട് Z2 എന്ന് പറയും. അപ്പോൾ Z1 എന്ന് പറഞ്ഞാൽ A പ്ലസ് ഐ ബി ഇൻറ്റു C പ്ലസ് ഐ ഡി. ഇതെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? ഇത് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, അതായത് A ഇൻറ്റു സി പ്ലസ് A ഇൻറ്റു ഐ ഡി പ്ലസ് ഐ ബി ഇൻറ്റു സി പ്ലസ്
ഐ സ്ക്വയർ ഐ ഇൻറ്റു ഐ ബി ഡി വരും. ഓക്കെ, അപ്പോൾ എ സി പ്ലസ് ഐ ഇൻറ്റു എ ഡി പ്ലസ് ബി സി ഇൻറ്റു മൈനസ് ബി ഡി വരും. ഇങ്ങനെയാണ് കോംപ്ലക്സ് നമ്പർ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ഒരു എക്സാമ്പിൾ ചെയ്യാം. Z1 2 പ്ലസ് 3i, Z2 4 പ്ലസ് 2i. Z1 ഡോട്ട് Z2 എങ്ങനെ ചെയ്യാം? 2 പ്ലസ് 3i ഇൻറ്റു 4 പ്ലസ് 2i ചെയ്യാം. അപ്പോൾ ആദ്യം 4 ഇൻറ്റു 2 ഇൻറ്റു 4, പിന്നെ 2 ഇൻറ്റു 2i, 3i ഇൻറ്റു 4, പിന്നെ 3i ഇൻറ്റു 2. അത് 2 ഇൻറ്റു 4 പ്ലസ് 2 ഇൻറ്റു 2i പ്ലസ് 3i ഇൻറ്റു 4 പ്ലസ് 3i ഇൻറ്റു 2i. അപ്പോൾ 2 ഇൻറ്റു 4 8 പ്ലസ് 4i പ്ലസ് 12i മൈനസ് ഒരു ഐ ഇൻറ്റു ഐ ഐ സ്ക്വയർ എന്ന് വെച്ചാൽ -1 ആണ്. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് 6 -6 വരും. ഇത് ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 8 - 6 എത്ര വരും? 2, 16. ഇതാണ് അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ. ഇനി അടുത്ത ഓപ്പറേഷൻ ഒന്ന് ഡിവിഷൻ, കോംപ്ലക്സ് നമ്പർ ഡിവിഷൻ. ഡിവിഷൻ എങ്ങനെ ചെയ്യാം? Z1 ഡിവൈഡ് ബൈ Z2, അതായത് എ പ്ലസ് ഐ ബി ഡിവൈഡ് ബൈ സി പ്ലസ് ഐ ഡി. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കോൺജുഗേറ്റ് ഉണ്ട്. കോൺജുഗേറ്റിനെ കുറിച്ച് പറയാം. Z എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പർ എ പ്ലസ് ഐ ബി ആണ്. Z1ന്റെ കോൺജുഗേറ്റ് എന്ത് വരും? അത് ഇമാജിനറി പാർട്ടിന് നെഗറ്റീവ് ഇട്ട് കൊടുത്താൽ എന്തായി? അത് കോൺജുഗേറ്റ് എ മൈനസ് ഐ ബി വരും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും? കോൺജുഗേറ്റ് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് എടുത്തിട്ട് മുകളിലും താഴെയും മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, എന്നാൽ ആ ഡിവിഷൻ കംപ്ലീറ്റ് ആവും. ഉദാഹരണത്തിന് Z1 ഡിവൈഡ് ബൈ Z2 എങ്ങനെ ചെയ്യാം? എ പ്ലസ് ഐ ബി ഡിവൈഡ് ബൈ സി പ്ലസ് ഐ ഡി. ഇപ്പോൾ ഡിനോമിനേറ്റർ സി പ്ലസ് ഐ ഡി ആണ്. അപ്പം അതിൻ്റെ കോൺജുഗേറ്റിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സി മൈനസ് ഐ ഡി ഡിവൈഡ് ബൈ സി മൈനസ് ഐ ഡി. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലായിട്ട് ഒരു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ നമുക്ക് ഫൈനൽ ഒരു ഇത് കിട്ടും. ആണെങ്കിൽ ഒരു എക്സാമ്പിൾ ചെയ്യാം. എക്സാമ്പിൾ Z1 ഈസ് ഈക്വൽ ടു 2 പ്ലസ് 3i, Z2 ഈസ് ഈക്വൽ ടു 4 പ്ലസ് 2i. Z1 ബൈ Z2 എങ്ങനെ ചെയ്യാം? Z1 ബൈ Z2 2 പ്ലസ് 3i ഡിവൈഡ് ബൈ 4 പ്ലസ് 2i. അപ്പോൾ ഇതിൽ ഡിനോമിനേറ്റർ ഏതാ? 4 പ്ലസ് 2i അല്ലേ? അതിൻ്റെ കോൺജുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. 4 മൈനസ് 2i ഡിവൈഡ് ബൈ 4 മൈനസ് 2i. എന്നിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യുക സാധാരണ ചെയ്യുന്ന പോലെ. 2 ഇൻറ്റു 4, അതായത് 2 ഇൻറ്റു 4 പ്ലസ് 2 ഇൻറ്റു മൈനസ് 2i പ്ലസ് 3i ഇൻറ്റു 4 പ്ലസ് 3i ഇൻറ്റു മൈനസ് 2i ഡിവൈഡ് ബൈ എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി. ഇത് നിങ്ങൾ കാണാൻ പഠിക്കണം. എ പ്ലസ് ഐ ബി ഇതൊരു റിസൾട്ടാണ്. എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി എന്ന് വരും. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് വെച്ചാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ? ഇവിടെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, പക്ഷേ ഇവിടെ ഐ സ്ക്വയർ ഉള്ളതുകൊണ്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ വരും. ഓക്കെ, ഈ റിസൾട്ട് പഠിക്കണം, ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ്. അപ്പോൾ ഇതെന്ത് വരും? 4 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ വരും. ഓക്കെ, അപ്പോൾ ഇത് 2 ഇൻറ്റു 4 8 ആണ്, പ്ലസ് മൈനസ് 2 ഇൻറ്റു 2i അതായത് 4i വരും, പ്ലസ് 3i ഇൻറ്റു 4 എത്ര വരും? 12i, പ്ലസ് 3i ഇൻറ്റു മൈനസ് 2i വരും. അപ്പോൾ അതായത് 6i സ്ക്വയർ വരും. അപ്പോൾ ഐ സ്ക്വയർ മൈനസ് 1, അപ്പോൾ ഇവിടെ പ്ലസ് 6 വരും. ലാസ്റ്റ് 4 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. 12 മൈനസ് 4 8 ആണ്. അപ്പോൾ എത്ര വരും? 8 പ്ലസ് 6 14, 14 പ്ലസ് 8i ഡിവൈഡ് ബൈ 16 പ്ലസ് 4, 14 പ്ലസ് 8i ഡിവൈഡ് ബൈ 20 വരും. ഇതാണ് ഫൈനൽ ആൻസർ. 14/20 പ്ലസ് ഐ ഇൻറ്റു 8/20. ഇത് വേണമെങ്കിൽ ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വെക്കാം. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ്. മൾട്ടിപ്ലിക്കേറ്റീവ്
ഇൻവേഴ്സ്. ഇപ്പോൾ സെഡ് എന്ന് പറഞ്ഞ ഒരു കോംപ്ലക്സ് നമ്പർ സെഡ് ഈസ് ഇക്വൽ ടു 3 + 4i. ഫൈൻഡ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ കിട്ടി. ഫൈൻഡ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. അപ്പം ഇതിനെന്താക്കണോ, 1/z എടുക്കുക, 3 + 4i എടുക്കുക, എന്നിട്ട് ഇതിൻ്റെ കോൺജുഗേറ്റിനെ കൊണ്ട് മുകളിൽ എന്തായാലും മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് എന്തൊരു 3 - 4i ഡിവൈഡ് ബൈ 3 - 4i ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കിട്ടും. അപ്പോൾ എന്തൊരു 3 - 4i ഡിവൈഡ് ബൈ 3 + 4i ഇൻറ്റു 3 - 4i. ഓക്കെ, ഇത് 3 - 4i 3 + 4i ഇൻറ്റു 3 - 4i എന്ത് വരും, 3² + 4². മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് സെഡ് ആണ്. അപ്പോൾ എന്ത് വരും, 5 വരും. 3 + 9 + 4² 5 വരും. അപ്പോൾ 3 - 4i എന്ത് വരും, 3/5 - 4/5i വരും. അടുത്തതിന് നമ്മൾ കോർഡിനേറ്റ്സ് ആണ് പറയാൻ പറ്റും. കോംപ്ലക്സ് നമ്പർ ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എങ്ങനെ വരക്കാൻ പറ്റും, കോംപ്ലക്സ് നമ്പർ. ഓക്കെ, അപ്പോൾ ഇത് എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. എക്സ് ആക്സിൽ എന്തുണ്ട്, റിയൽ പാർട്ടാണ്. ഇനി വൈ ആക്സിൽ എന്താ, ഇമാജിനറി പാർട്ടാണ്. എക്സ് ആക്സിൽ റിയൽ പാർട്ട്, വൈ ആക്സിൽ ഇമാജിനറി പാർട്ട്. എക്സ് ഡാഷ് വൈ ഡാഷ് ഇമാജിനറി പാർട്ട്. അപ്പോൾ ഒരു 2 + 3i ഇതെങ്ങനെ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എങ്ങനെ വരക്കാം, ഇത് നമുക്ക് മാർക്ക് ചെയ്യാം. 1 2 3. ഇപ്പോൾ ഈ റിയൽ പാർട്ട് 2 ആണ്, അപ്പോൾ 2ൽ മാർക്ക് ചെയ്യുക. ഇമാജിനറി പാർട്ട് 3 ആണ്. ഇപ്പോൾ 2ഉം 3ഉം ഇവിടെ കോർഡിനേറ്റ് ഇതാണ് ആ പോയിന്റ്, 2 + 3i. ഓക്കെ, പിന്നെ അടുത്ത മോഡുലസ് ആണ്. ഇങ്ങനെ ഒരു കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് എങ്ങനെ എടുക്കാം, സെറ്റ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ മോഡ് സെറ്റ്. ഇപ്പോൾ സെറ്റ് എന്ന് വെച്ചാൽ a + ib ആണെങ്കിൽ മോഡ് സെറ്റ് എന്ത് വരും, √(a² + b²). ആക്ച്വലി നമുക്ക് എന്താ കിട്ടുന്നത്, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് കോംപ്ലക്സ് നമ്പർ നമുക്ക് എന്താ കിട്ടുന്നത്, ഇത് ഇങ്ങോട്ടേക്ക് വരച്ചാൽ എന്ത് വരും, ഇത് 2 ഇത് 3 √(2² + 3²). ഇതിൻ്റെ ഹൈപ്പോട്ടനൂസാണ് കിട്ടുന്നത്. ഓക്കെ, ഇതാണ് മോഡുലസ്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് പോളാർ കോർഡിനേറ്റ്സ് ആണ്. പോളാർ കോർഡിനേറ്റ്സ് ഇൻ കോംപ്ലക്സ് നമ്പേഴ്സ്. ഇപ്പോൾ കോംപ്ലക്സ് നമ്പർ നമുക്ക് r cos θ r sin θ അങ്ങനെ പഠിക്കാം. a is equal to r cos θ, b is equal to r sin θ പഠിക്കാം. ഇപ്പോൾ മോഡ് സെറ്റ് എന്ത് വരും, മോഡ് സെറ്റ് √(a² + b² ആണ്. അതായത് √(r² + r cos θ whole square + r sin θ whole square വരും. അപ്പോൾ എന്ത് വരും, r² cos² θ + r² sin² θ. അപ്പോൾ ഈ r² പുറത്തേക്ക് എടുത്ത് എന്ത് വരും, cos² θ + sin² θ വരും. അപ്പോൾ എന്ത് വരും, 1 വരും. ഇത് 1 ആണ്. ഈ റിസൾട്ട് നമ്മൾ ട്രിഗ്നോമെട്രി പഠിക്കുന്നത്. അപ്പോൾ z ഈസ് ഇക്വൽ ടു √(r²). അപ്പോൾ മോഡ് സെറ്റിൻ്റെ വാല്യൂ എന്ത് വരും, 6 എന്ന് വരും. ഓക്കെ, ഇനി ഒരു ചെറിയ റിസൾട്ടും കൂടി. ഈ e⁻⁷ നമുക്ക് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും, cos θ + i sin θ. ഇങ്ങനെ ഈ കോംപ്ലക്സ് നമ്പർ ഡിനോട്ട് ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൂടി ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. നമ്മൾ ഓൾറെഡി 10th സ്റ്റാൻഡേർഡിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ കുറിച്ച് പഠിച്ചതാണ്. എന്താണ്, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഈക്വൽ ടു 0 എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. എക്സാമ്പിൾ എന്താ, ax² + bx + c = 0. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷന്
സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഇതിൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കണം. റൂട്ട്സ് അല്ലെങ്കിൽ സൊല്യൂഷൻ എന്നെല്ലാം പറയും. അതായത് ഈ ഇക്വേഷന് 0 LHS RHS 0 ആയിട്ട് കിട്ടേണ്ട വാല്യൂ എന്ന റൂട്ട്സ് ആൻഡ് സൊല്യൂഷൻ. അപ്പോൾ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചു, ഇതിൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കാൻ. എക്സ് എങ്ങനെ കണ്ടുപിടിക്കുക? -b ± √b² -4ac ഡിവൈഡ് ബൈ 2a. ABC ഇവിടെ ഉണ്ട് ഓൾറെഡി. ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തതിന് എന്ത് കിട്ടും? ഇതിൻ്റെ റൂട്ട്സ് അല്ലെങ്കിൽ സൊല്യൂഷൻ കിട്ടും. ഇതൊന്ന് പഠിക്കണം. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താണ്? ax² + bx + c = 0. ഇതിൻ്റെ സം ഓഫ് ദ റൂട്ട് നമ്മൾ ആൽഫ ആൻഡ് ബീറ്റ എന്നത്. ആൽഫ ബീറ്റ എന്നെല്ലാം പറയുന്നത് ഗ്രീക്ക് ലെറ്റേഴ്സ് ആണ്. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ എന്താ? ആൽഫ പ്ലസ് ബീറ്റ എന്ത് വരും? -b/a. അതിന് പ്രൊഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് എന്താ? ആൽഫ ബീറ്റ എന്താ? c/a. അപ്പം ഇത് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്, ബേസിക്സ്. ഇനി ഇതിൻ്റെ പ്രോബ്ലംസ് ആണ്. നമ്മൾ അടുത്ത സെക്ഷനിൽ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യും. അപ്പം നമ്മൾ പ്രോപ്പർട്ടീസിലേക്ക് നോക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് കോംപ്ലക്സ് നമ്പർ. നമുക്കറിയാം മോഡ് Z1 Z2 എന്നൊരു ഈക്വൽ ടു ഒന്നാമത്തെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഒന്നിൻ്റെ മോഡ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, Z2 മോഡ്. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താ? മോഡ് Z1/Z2 എന്ന് വെച്ചാൽ മോഡ് Z1 ഡിവൈഡ് ബൈ മോഡ് Z2 അങ്ങനെ ചെയ്യുക. ബട്ട് ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, Z2 നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. ഈക്വൽ ടു 0 ആണെങ്കിൽ അത് ഇൻഫിനിറ്റിലേക്ക് പോകും. ഇനി മൂന്നാമത്തെ എന്താ? മോഡ് Z1 + Z2 ഹോൾ സ്ക്വയർ. നമ്മൾ a+b² പോലെ തന്നെ എന്ത് വരും? മോഡ് Z1² + മോഡ് Z2² + 2 റിയൽ പാർട്ട് ഓഫ് Z1 Z2 കോൺജുഗേറ്റ്. ഓക്കെ. അതേപോലെ സെപ്പറേഷൻ ഉണ്ടാവും. മോഡ് Z1 - Z2² എന്ത് വരും? മോഡ് Z1² + മോഡ് Z2² - 2 റിയൽ പാർട്ട് ഓഫ് Z1 Z2 കോൺജുഗേറ്റ്. ഇനി മോഡ് Z1 + മോഡ് Z2² + മോഡ് Z1 - മോഡ് Z2². ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാം, 2 ഓഫ് മോഡ് Z1² + മോഡ് Z2². ഓക്കെ, ഇതാണ് അഞ്ചാമത്തെ പ്രോപ്പർട്ടീസ്. അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് എല്ലാം വെച്ചിട്ട് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ഇനി ആറാമത്തെ മോഡ് Z1 + Z2² ആണെങ്കിൽ ഈക്വൽ ടു മോഡ് Z1² + മോഡ് Z2². അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൽ Z1 ആൻഡ് Z2 എന്തായിരിക്കും? പ്യുവർലി ഇമാജിനറി പാർട്ട് ഉണ്ട്, ഇമാജിനറി പാർട്ട്. പിന്നെ നമ്മൾ കോംപ്ലക്സ് നമ്പറിന് എന്തെല്ലാം ഡിസ്കസ് ചെയ്ത്? നമ്മൾ പ്രോപ്പർട്ടീസ് പഠിച്ച്, എഡിഷൻ പഠിച്ച്, സബ്ട്രാക്ഷൻ പഠിച്ച്, പിന്നെ ആർഗൻറ്റ് പ്ലെയിൻ, പോളാർ ഫോമിലേക്ക് ഉള്ള കാര്യങ്ങളെല്ലാം പഠിച്ച്. ഇനി കോംപ്ലക്സ് നമ്പറിൻ്റെ കുറച്ച് പ്രോബ്ലംസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ദ സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റീജർ n ഫോർ വിച്ച് 1 - i ഡിവൈഡ് ബൈ 1 + i റൈസ് ടു n² ഈക്വൽ ടു 1. ഇപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു വായിക്കണം. ദ സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റീജർ എന്നാ ചോദിക്കുന്നത്. അപ്പോൾ എന്താ, നമുക്ക് ഫസ്റ്റ് ഇതെങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്കിത് പ്രോബ്ലം സോൾവ് ചെയ്യാം. 1 - i ഡിവൈഡ് ബൈ 1 + i റൈസ് ടു n² ഈക്വൽ ടു 1. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ആദ്യം ചെറുതാക്കാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പം ഇതിനെങ്ങനെ ചെറുതാക്കാം? ഇതിനെ മുകളിലും താഴെ കോൺജുഗേറ്റ് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് സ്റ്റെപ്പ് 1. 1 - i ഡിവൈഡ് ബൈ 1 + i ഇൻറ്റു 1 - i ഡിവൈഡ് ബൈ 1 + i 1 - i n² ഈക്വൽ ടു 1. ഇപ്പോൾ കോൺജുഗേറ്റ് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് വരും? ഇത് താഴെ എന്ത് വരും? 2 വരും. 1 + i ഇൻറ്റു 1 - i ഞാൻ പറഞ്ഞു 1² + 1². അപ്പോൾ 2 വരും. അടിയിൽ 2 വരും. 1 - 2i - 1 വരും. n² ഈക്വൽ ടു 1. അപ്പോൾ ഈ 1 1 കട്ടായി. അപ്പോൾ അടുത്തെന്ത് വരാം? -2i ഡിവൈഡ് ബൈ 2 വരും.
എൻ സ്ക്വയർ ഈക്വൽ ടു 1. അപ്പോൾ ഇത് കട്ട് ചെയ്തതിന് -i എൻ സ്ക്വയർ ഈക്വൽ ടു 1. അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. എന്നിന് നമുക്ക് സ്ക്വയറുള്ള വാല്യൂ ഇട്ട് കൊടുക്കുക. എന്നിന് ഫസ്റ്റ് 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്നിന് 1 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? -1. അപ്പോൾ ഇത് LHS RHS കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ എന്നിന് 1 അല്ല, 1 ഓപ്ഷനിലും ഇല്ല. അടുത്ത സ്ക്വയർ ഉള്ളത് 2ൻ്റെ എൻ സ്ക്വയർ വരുന്നത് 4 ആണ്. 4 എന്ന് വെച്ചാൽ 2. അപ്പം എന്നിന് 2 ഇട്ട് കൊടുക്കുമ്പോൾ എന്താ കിട്ടുക? i ആണ്. എൻ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 ആണ്. അപ്പോൾ എന്നിന് 4 ഇട്ട് കൊടുക്കണം. എന്നിന് 2 ഇട്ട് കൊടുക്കുക. അപ്പോൾ എൻ സ്ക്വയർ 4 ആകും. അപ്പോൾ -i⁴ എന്ത് വരും? -i × -i × -i × -i. അത് -i × -i -1 × -1. ആൻസർ എന്ത് വരും? 1 വരും. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താ? ഓപ്ഷൻ എ. അപ്പോൾ നമ്മളങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഓരോ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക എങ്ങനെ കേട്ടോ. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദി സിഗ്മ n ഈക്വൽ ടു 1 to 8x + 7 i⁻n? അപ്പോൾ സിഗ്മ നമുക്കറിയാം. സിഗ്മ എന്ന് പറയുന്നത് സമ്മേഷനാണ്. അപ്പോൾ സിഗ്മൻ്റെ ഇതെന്താ? n 1 മുതൽ 8x + 7 വരെ പോകും. i⁻n. ഓക്കെ. അപ്പോൾ i⁻n അപ്പോൾ നമുക്കറിയാം i² i³ i⁻4 എന്താ? 0 എന്ന് നമുക്കറിയാം. അപ്പോൾ സിഗ്മ നമുക്കിത് മാറ്റി n ഈക്വൽ ടു 1 to 8x + 7 i⁻n. അപ്പോൾ ഇതെങ്ങനെ വരും? ഫസ്റ്റ് i വരും, പിന്നെ i² വരും, i³ വരും, i⁻4 വരും, എക്സെട്ര ടു i⁻8x + 7 വരും. ഇങ്ങനെയാണ് വരാം. നമുക്കറിയാം 8x + 7 അതിൻ്റെ ഡിവിസിബിൾ നോക്കണേന്. 8x + 7 ഈസ് 8x. എക്സിന് 1 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? 15 വരും. ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 4 ആണ്. അപ്പോൾ റിമൈൻഡർ 3 വരും കേട്ടോ. റിമൈൻഡർ 3 വരും. അപ്പോൾ നമുക്ക് അറിയാം അങ്ങനെ 3 വരുന്നതാണെങ്കിൽ i + i² + i³ 3 വരും. അപ്പോൾ i + i² + i³ വരും. അപ്പോൾ ഇത് കട്ടായിട്ട് എന്ത് വരും? -1 ആണ് ആൻസർ വരാം. ഓപ്ഷൻ എ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് i⁻1000 + i⁻1001 and i⁻1002 and i⁻1003 is equal to ഓപ്ഷൻ 0 i -i and 1. അപ്പോൾ നമുക്കറിയാം i + i² + i³ + i⁻4 ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഓർഡറിൽ വന്നു കഴിഞ്ഞാൽ 0 ആണെന്ന് വരാം. അപ്പോൾ ഇതൊരു ഓർഡറിലല്ല വന്നത്. i⁻1 i⁻2 i⁻3. അപ്പോൾ ഇതെന്ത് വരും? ആൻസർ 0. ഓപ്ഷൻ എ വരാം. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യന്. വാട്ട് ഈസ് ദ ആർഗ്യുമെന്റ് ഓഫ് ദി കോംപ്ലക്സ് നമ്പർ? 1 - i√3 ഡിവൈഡ് ബൈ 1 + i√3. പിന്നെ വേറെ i ഈസ് ഈക്വൽ ടു -1. അപ്പോൾ ആർഗ്യുമെന്റ് ആണ് അവർ ചോദിച്ചത്. ആർഗ്യുമെന്റ് ഓഫ് ദി കോംപ്ലക്സ് നമ്പർ നമുക്കറിയാം. z തന്നത് 1 - i√3 ഡിവൈഡ് ബൈ 1 + i√3. നമ്മൾ ആർഗ് കൊടുക്കും. ആർഗ് എന്ന് പറഞ്ഞ ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ആർഗ് ഓഫ് z ഈസ് ഈക്വൽ ടു 1 - i√3 ഡിവൈഡ് ബൈ 1 + i√3. അപ്പോൾ ആർഗ് എ ബൈ ആർഗ് ബി എന്ത് വരും? ആർഗ് അത് ലോഗിൻ്റെ ഒരു പ്രോപ്പർട്ടി ഇല്ലേ? ലോഗ് എ ബൈ ലോഗ് ബി. അതേപോലെ ആർഗ് എ ബൈ ആർഗ് ബി എന്ത് വരും? ആർഗ് എ മൈനസ് ആർഗ് ബി ആണ്. സിമിലർലി നമ്മൾ അത് ഇവിടെ ഇങ്ങനെ ചെയ്യും. അപ്പോൾ ആർഗ് 1 - i√3 മൈനസ് ആർഗ് ഓഫ് 1 + i√3 വരും. അപ്പോൾ ആർഗ് 1 - i√3. അപ്പോൾ ഇത് നമുക്ക് z ഈസ് ഈക്വൽ ടു 1 - i√3 ആണ്. ഇത് z ഈസ് ഈക്വൽ ടു 1 + i√3. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ബി ബൈ എ ആണ് വരാം. അപ്പോൾ ടാൻ ഇൻവേഴ്സ് √3/1 വരും. ഓക്കെ. ഇവിടെ മൈനസ് ടാൻ ഇൻവേഴ്സ് √3/a 1 വരും. മൈനസ് ടാൻ ഇൻവേഴ്സ് √3/1. അപ്പോൾ ടാൻ ഇൻവേഴ്സ് √3 എന്ന് വെച്ചാൽ എന്താ? ടാൻ ഇൻവേഴ്സ് √3 എന്ന് വെച്ചാൽ 60 ഡിഗ്രിയാണ്.
അതായത് പൈ ബൈ ത്രീ. അപ്പോൾ -π/3 -π/3 വരും. ഇതെന്ത് വരും? -2π/3. അപ്പോൾ അത് ഓപ്ഷൻസിൽ ഇല്ല. അപ്പോൾ എന്താക്കും, ഇത് ആർഗ്യുമെന്റ് പ്ലെയിൻ ആയതുകൊണ്ട് 360 നമ്മളിത് കുറക്കണം. അപ്പോൾ എന്ത് വരും? 2π മൈനസ് 2π/3 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? അടിയിൽ 1 ഇട്ടിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2π ഇൻറ്റു 3 മൈനസ് 2π/3 വരും. അതായത് 6π മൈനസ് 2π. 6π മൈനസ് 2π എന്ന് വെച്ചാൽ 4π/3. 4π/3 എന്ന് വെച്ചാൽ 4 ഇൻറ്റു 180/3. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ഏകദേശം 240 വരും. ഓപ്ഷൻ എ. ഇനി വാട്ട് ഈസ് ദി ആർഗ്യുമെന്റ് ഓഫ് ദി കോംപ്ലക്സ് നമ്പർ? ഇതൊരു ക്വസ്റ്റ്യൻ കുറച്ച് ഇറർ ഉണ്ട്. ആർഗ്യുമെന്റ് ഓഫ് ദി കോംപ്ലക്സ് നമ്പർ ക്വസ്റ്റ്യൻ എഴുതിക്കോ. Z ഈസ് ഈക്വൽ ടു 1. Z ഈസ് കോംപ്ലക്സ് നമ്പർ ഇതാണ്. 1 പ്ലസ് ഐ ഇൻറ്റു 2 പ്ലസ് ഐ ഡിവൈഡ് ബൈ 3 മൈനസ് ഐ. ഇങ്ങനെ ഒരു കോംപ്ലക്സ് നമ്പർ കിട്ടി. അതിൻ്റെ ആർഗ്യുമെന്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യണം. സ്റ്റെപ്പ് 1 എന്താക്കണം? ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഐ പ്ലസ് 1 പ്ലസ് ഐ ഇൻറ്റു 2 പ്ലസ് ഐ ഡിവൈഡ് ബൈ 3 മൈനസ് ഐ. ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ ഒരു കോംപ്ലക്സ് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ചെറുതാക്കണം. അങ്ങനെ ഡിനോമിനേറ്ററിൻ്റെ കോൺജുഗേറ്റ് എടുത്തിട്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 3 പ്ലസ് ഐ ഡിവൈഡ് ബൈ 3 പ്ലസ് ഐ. ഓക്കെ, ഇപ്പോൾ എന്തായി? ഇപ്പോൾ മുകളിൽ 3 ടേമായി, താഴെ 2 ടേം. ഐ പ്ലസ് 1 ഇൻറ്റു 2 പ്ലസ് 1 ഇൻറ്റു 2 പ്ലസ് ഐ ഇൻറ്റു 3 പ്ലസ് ഐ ഡിവൈഡ് ബൈ 3 മൈനസ് ഐ ഇൻറ്റു 3 പ്ലസ് ഐ. അപ്പോൾ അടിയിൽ ചെയ്ത് കഴിയുമ്പോൾ മുകളിൽ ഇത് ഫസ്റ്റത്തെ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്തൊരു കിട്ടും? നമുക്ക് കിട്ടും 1 ഇൻറ്റു 2 പ്ലസ് ഐ പ്ലസ് 2i പ്ലസ് ഐ സ്ക്വയർ കിട്ടും. പിന്നെ 3 പ്ലസ് ഐ ഡിവൈഡ് ബൈ 3. അടിയിൽ എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ 9 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ, അപ്പോൾ 10 വരും അടിയിൽ. അപ്പോൾ മുകളിലത്തെ പിന്നെയും ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? ഇത് ചെറുതാക്കി കഴിഞ്ഞാൽ 2 1 കട്ടാക്കി 3i മൈനസ് 3i പ്ലസ് 1 ഇൻറ്റു 3 പ്ലസ്. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? കട്ട് ചെയ്തിട്ട് 10i/10 വരും. ഓക്കെ, അപ്പോൾ ഇത് 3 3 കട്ടായി 10i/10 ആണ് വരാം. അപ്പോൾ എന്ത് വരും? 10ഉം 10ഉം കട്ട് ചെയ്താൽ ഐ വരും. അപ്പോൾ ഇതിൻ്റെ ആർഗ്യുമെൻ്റ് ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. കോംപ്ലക്സ് നമ്പർ ചെറുതാക്കുകയാണെങ്കിൽ ഇതാണ് ആൻസർ. ഇതിന് ആർഗ്യുമെൻ്റ് ഓഫ് സെഡ് കണ്ടുപിടിക്കണം. ആർഗ്യുമെൻ്റ് ഓഫ് സെഡ് എന്താ? ആർഗ്യുമെൻ്റ് ഓഫ് ഐ 0 പ്ലസ് ഐ. അപ്പോൾ ഇവിടെ ടാൻ ഇൻവേഴ്സ് ബി എത്ര? 1/0. ടാൻ ഇൻവേഴ്സ് 0 എന്ന് വെച്ചാൽ എത്ര? ടാൻ ഇൻവേഴ്സ് 1/0 ഇതിലേക്ക് പോകും, ടാൻ ഇൻഫിനിറ്റി. അപ്പോൾ π/2 വരും. ആൻസർ ഓപ്ഷൻ ഡി. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദ മോഡുലസ് ആംപ്ലിറ്റ്യൂഡ് ഫോം ഓഫ് √3 + 1 വേർ ഐ ഈസ് ഈക്വൽ ടു -1. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇപ്പോൾ മോഡുലസ് ആംപ്ലിറ്റ്യൂഡ് ഫോമാണ്. അപ്പോൾ സെഡ് എന്ത് വരും? മോഡുലസ് എടുക്കണം ഇതിൻ്റെ. അപ്പോൾ എന്ത് വരും? √3 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. അതാണ് മോഡുലസ് വരാം. അപ്പോൾ എന്ത് വരും? √3 സ്ക്വയർ 3 പ്ലസ് 1 4 √4 വരും. അതെന്ത് വരും? 2. ഇത് 6 ഇൻറ്റു കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ രൂപത്തിലാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതും അങ്ങനെ വന്നു. ഇനി തീറ്റ എന്ത് വരും? ഇവിടെ എല്ലാം ഐ ആണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ തീറ്റ എങ്ങനെ കണ്ടുപിടിക്കാം? ടാൻ ഇൻവേഴ്സ് b/a. ടാൻ ഇൻവേഴ്സ് 1/√3. 1/√3 എന്ന് വെച്ചാൽ 30 ഡിഗ്രി. ഓക്കെ, അതായത് π/6 വരും. ഇപ്പോൾ 6 2 കിട്ടി. മോഡ് സെറ്റ് ആണ് 6 2 കിട്ടി. അപ്പോൾ 2 ഇൻറ്റു കോസ് π/6 പ്ലസ് ഐ സൈൻ π/6 ആണ് ഇതിൻ്റെ ആൻസർ വരാം. ഇതേതാ ഓപ്ഷൻ ഏതാ? ഇൻറ്റു കോസ് π/6 പ്ലസ് സൈൻ π.
ഓപ്ഷൻ ബി അല്ല, ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, √3 പ്ലസ് ഐ ഡിവൈഡ് ബൈ √3 മൈനസ് ഐ റേസ് ടു 6 ഈക്വൽ ടു, അതിൻ്റെ വാല്യൂ ഏകദേശം എത്ര വരാമെന്ന് ചോദിക്കുന്നു. ഓപ്ഷൻ 1 A1 1/6, സി 6 2. ഇപ്പോൾ 4 ഓപ്ഷനാണ് ഉള്ളത്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾക്ക് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി എന്താണെന്ന് അറിയാമോ? ഒമേഗനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി, ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ഒമേഗ ക്യൂബ് 1 ആണ്. 1 പ്ലസ് ഒമേഗ സ്ക്വയർ, ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയർ 0 ആണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒമേഗൻ്റെ വാല്യൂ നമുക്കറിയണം, -1 പ്ലസ് I√3/2. ഒമേഗ സ്ക്വയറിൻ്റെ വാല്യൂ എത്ര? മൈനസ് ഒമേഗ സ്ക്വയറിൻ്റെ വാല്യൂ 1 പ്ലസ് I√3/2. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ ഈ പ്രോബ്ലം അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ സെഡ് നമുക്ക് സെഡ് തന്നിട്ടുണ്ട്, കോംപ്ലക്സ് സെഡ് ഈസ് ഈക്വൽ ടു √3 പ്ലസ് ഐ ഡിവൈഡ് ബൈ √3 മൈനസ് ഐ റേസ് ടു 6. ഇതിനെ നമ്മൾ എന്താക്കണം? ചെറുതാക്കണം. എപ്പോൾ കോംപ്ലക്സ് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം ചെറുതാക്കാൻ നോക്കാം. അപ്പോൾ ഇതിനെ സ്റ്റെപ്പ് 1 എന്താക്കാം? ചെറുതാക്കിയത് അതെന്താക്കാം? ഡിനോമിനേറ്ററിൻ്റെ കോൺജുഗേറ്റ് എടുത്തിട്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് √3 പ്ലസ് ഐ ഡിവൈഡ് ബൈ √3 മൈനസ് ഐ ഇൻറ്റു √3 പ്ലസ് ഐ ഡിവൈഡ് ബൈ √3 പ്ലസ് ഐ റേസ് ടു 6 ഉണ്ട് കേട്ടോ. അപ്പോൾ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, അടിയിൽ എന്ത് വരും? √3 സ്ക്വയർ പ്ലസ് ഐ സ്ക്വയർ. അപ്പോൾ 3 + 1 4 വരും അടിയിൽ. മുകളിൽ എത്ര എന്ത് വരും? √3 പ്ലസ് ഐ ഇൻറ്റു √3 പ്ലസ് ഐ വരും. അതായത് √3 ഇൻറ്റു √3 പ്ലസ് √3 ഇൻറ്റു ഐ പ്ലസ് ഐ ഇൻറ്റു √3 പ്ലസ് ഐ ഇൻറ്റു ഐ ഡിവൈഡ് ബൈ 4 വരും. ഇപ്പോൾ √3 ഇൻറ്റു 3 ആണ്, പ്ലസ് ഐ ഇൻറ്റു √3 I√3 പ്ലസ് I√3 പ്ലസ് ഐ സ്ക്വയർ ഡിവൈഡ് ബൈ 4 റേസ് ടു 6. അപ്പോൾ ഐ സ്ക്വയർ -1, അപ്പോൾ 3 - 1 എന്ത് വരും? പ്ലസ് 2I√3 ഡിവൈഡ് ബൈ 4 റേസ് ടു 6. ഇതിന് ചെറുതായില്ല, നമ്മൾ ചെറുതാക്കി. അപ്പോൾ 2 പ്ലസ് 2I√3 ഡിവൈഡ് ബൈ 4 റേസ് ടു 6 ആയി. അപ്പോൾ ഇതിനെ നമുക്ക് പിന്നെയും ചെറുതാക്കാം. 4നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതൊരു 1/2 പ്ലസ് I√3/2 റേസ് ടു 6. അപ്പം ഇതെന്താ സാധനം? 1/2 പ്ലസ് I√3/2, ഇത് ഒമേഗ സ്ക്വയർ അല്ലേ? മൈനസ് ഒമേഗ സ്ക്വയർ റേസ് ടു 6. അപ്പം ഇതിനെ നമുക്ക് എന്താക്കാം? മൈനസ് ഒമേഗ ക്യൂബ് റേസ് ടു 4 ആക്കാം. മൈനസ് ഒമേഗ ക്യൂബ് 1 അല്ലേ? -1 റേസ് ടു 4 എത്ര? ആൻസർ 1. ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? 1 ആണ്, ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതിനെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാം. ഓക്കെ, ബൈ.